നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാർക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ സീരിയലിൽ അഭിനയിക്കുന്ന നടീനടന്മാർക്കാണെങ്കിലും നമ്മൾ സാധാരണക്കാരെക്കാട്ടിലും കൂടുതൽ പല കാര്യങ്ങളിലും ആനുകൂല്യം കുറച്ച് കൂടുതൽ കിട്ടാറുള്ളത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല, അത് 100% ഉണ്ട്, അതിനകത്തോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഈ അഭിനയ രംഗത്തുള്ളവർക്കും നമ്മളെക്കാട്ടിലും കൂടുതൽ പല കാര്യങ്ങളിൽ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഒന്നുമല്ല. നമ്മളെയൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു കേസിന് പിടിച്ചാൽ തന്നെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇപ്പൊ പ്രത്യേകിച്ച് കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുക, ഇല്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് നമ്മുടെ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടുക, ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കുറെ നേരം നിർത്തും. അവിടെ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പോലീസുകാരൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫോണൊക്കെ മേടിച്ചു വെക്കും. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ കേസിൽ പെടുകയാണെങ്കിൽ നമ്മുടെ ഫോണൊക്കെ പോലീസുകാർ മേടിച്ചു വെക്കും. പക്ഷെ ഇതൊരു സീരിയൽ നടനോ സീരിയൽ നടിയോ സിനിമ നടനോ സിനിമ നടിയോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഈ നിയമമൊക്കെ അവരുടെ കാര്യത്തിൽ ഒരു ഇളവ് ചെയ്യുന്നത് പോലെ, നമ്മുടെ നിയമപാലകർ ഒന്ന് കണ്ണടയ്ക്കുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ഒരു വിഷയം, ഇന്നലെ ഒരു സീരിയൽ നടിയുടെ കുറച്ച് കാട്ടിക്കൂട്ടലുകൾ ഒരു വാർത്താ ചാനൽ വഴി ഞാനിന്ന് കണ്ടു. ഞാനത് നിങ്ങൾക്കൊന്നൊന്ന് കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്താ നോക്കിക്കോ. പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച സീരിയൽ നടിക്കെതിരെ കേസ്. MC റോഡിലായിരുന്നു സംഭവം. സീരിയൽ നടി രജിതയ്ക്കും സുഹൃത്തിനുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. വൈകിട്ട് 6 മണിക്കാണ് മദ്യപിച്ച് സീരിയൽ നടി ഓടിച്ച കാറ് 2 വാഹനങ്ങൾ ഇടിച്ച് അപകടമുണ്ടാക്കിയത്. പന്തളം കുളനട ജംഗ്ഷൻ സമീപമാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്. സീരിയൽ നടി മദ്യപിച്ചിരുന്നതായും പറയുന്നു. തിരുവനന്തപുരം സ്വദേശിയായ സീരിയൽ നടി രജിതയാണ് കാർ ഓടിച്ചിരുന്നത്. നടി മദ്യപിച്ചിരുന്നതായും പോലീസ് മെഡിക്കൽ പരിശോധന കണ്ടെത്തിയിട്ടുണ്ട്. റോഡരികിൽ പാർക്ക് ചെയ്യുന്ന ഒരു കാറിലിടിച്ച ശേഷമാണ് അടൂർ ഭാഗത്തു നിന്നും വന്ന ഒരു മിനി ലോറിയിലേക്കാണ് കാറ് നിയന്ത്രണപ്പെട്ടിടിച്ചത്. നടി രജിതയ്ക്കൊപ്പം തന്നെ സുഹൃത്തായ തിരുവനന്തപുരം സ്വദേശി രാജുവും ഉണ്ടായിരുന്നു. ഇവരുടെ കാറിൽ നിന്ന് മദ്യക്കുപ്പിയും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ അപകടത്തെ തുടർന്ന് ഈ പന്തളം റോഡിൽ MC റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. പന്തളം പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചത്. എന്തായാലും ഇരുവർക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പോലീസുകാർ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു സീരിയൽ നടിയും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെ രാത്രിയിൽ കാറിൽ പൊക്കോണ്ടിരുന്നപ്പോൾ MC റോഡിൽ വെച്ച് പന്തളത്ത് വെച്ച് കാർ ആക്സിഡന്റ് ആവുകയായിരുന്നു. അപ്പൊ ഈ ട്രിവാൻഡ്രത്ത് ആണ് ഈ നടി. ഈ ട്രിവാൻഡ്രത്ത് നിന്ന് ഇപ്പൊ എങ്ങോട്ട് പോയതാണെന്ന് നമുക്കറിയില്ല. ഈ പന്തളം വരെ വന്നപ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ ഈ കാർ ഓടിച്ചവർ ഇത്രയും ദൂരം എത്തിയപ്പോഴത്തേക്ക് എങ്ങും വെച്ച് ഒരു ചെക്കിംഗ് ഇല്ലായിരുന്നു. എന്റെ സംശയം അതാ, ഒരിടത്ത് പോലും ചെക്കിംഗ് ഇല്ലായിരുന്നു. സാധാരണ ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട് രാത്രിയൊക്കെ അല്ല വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാര് റോഡിന്റെ സൈഡിലൊക്കെ നിന്ന് ഇപ്പോഴും ചെക്കിംഗ് ഉണ്ട്, ഊതിക്കുന്ന പരിപാടികളുണ്ട്. രാത്രിയിലാണ് കൂടുതൽ, എന്നാലും വൈകുന്നേരങ്ങളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് ആ ഒരു പരിപാടിയൊന്നും ഈ വരുന്ന വഴിക്കൊന്നും ഇല്ലായിരുന്നു. ഇവർ ഇത്രയും MC റോഡ് വഴി വന്നിട്ട് പോട്ടെ. ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവരെ പോലീസ് പിടിച്ചിട്ട് നേരെ നമ്മുടെ മെഡിക്കൽ എടുത്ത് കഴിഞ്ഞപ്പോൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആയി. അപ്പൊ ഈ മദ്യപിക്കാനാന്ന് തോന്നുന്നു, മദ്യപിക്കാൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഈ ചേച്ചിയുടെ ഒരു ക്ലിപ്പ് ഞാനൊരു ചാനലിൽ കണ്ടു. ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ. ഈ ട്രിപ്പ് ഇട്ടതിന്റെയൊക്കെ നമുക്ക് അവരുടെ കയ്യിൽ കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എന്തായാലും പോലീസ് സ്റ്റേഷൻ അല്ല, ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ളൊരു മാധ്യമങ്ങൾ അങ്ങാടി ചെന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ട്രിപ്പ് ഇട്ടത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഒരു ക്ലിപ്പ് കാണിച്ചു തന്നത്. എന്ത് ഹാപ്പിയാണ് ആ ചേച്ചി, നിങ്ങളൊന്ന് ആലോചിച്ച്. അടിച്ച് ഫിറ്റായി കാർ കൊണ്ട് വല്ലോടത്തും ഇടിച്ച് അങ്ങനെ വലിയൊരു കുറ്റം ചെയ്തതിന്റെ ഒന്നും ആ ചേച്ചിയുടെ മുഖത്തില്ല. ആ ചേച്ചി നല്ല സുന്ദരമായിട്ട് ഫോണൊക്കെ വിളിച്ച് കളിച്ച് ചിരിച്ച്. അതിനകത്തുനിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാവുന്നത്? പോലീസുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേസിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാനുഷിക പറയാന്ന് വെച്ച് വേണമെങ്കിൽ ഫോണൊക്കെ കൊടുക്കാം. എന്നാലും അവര് ബോധത്തിലല്ല. ആ ഒരു സമയത്ത് അവരുടെ ഫോണൊക്കെ മേടിച്ച്, നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോലീസുകാർ അത് ചെയ്തേക്കും. നമ്മൾ കൂടുതലായിട്ട് ആരെയും വിളിച്ചു പറഞ്ഞ് അപ്പൊ ഇറക്കാൻ ഉള്ള പരിപാടികളൊന്നും നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, കാരണം ചെയ്തത് തെറ്റാണല്ലോ. അപ്പൊ തന്നെ ജാമ്യത്തിൽ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി പോലീസുകാർ മേടിച്ചൊക്കെ വെക്കും. പക്ഷെ ഇവരുടെ ഒന്നും കേസിൽ അതൊന്നും ഇല്ലേ. അതെല്ലാം പോട്ടെ, ഇത്രയും അങ്ങനൊന്നും എങ്ങനെ ഇവർക്ക് ഇത്ര സന്തോഷത്തിൽ അവിടെ നിങ്ങൾ കണ്ടല്ലോ. അവർ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് ഫോണൊക്കെ വിളിച്ച് ചിരിച്ച് കളിച്ചിരിക്കുക ചേച്ചി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ നിയമത്തോടൊക്കെ ചേച്ചിക്ക് ഭയങ്കര ബഹുമാനമാണെന്നാണോ? ആണോ? നല്ല
പുച്ഛമാണ് ചേച്ചിക്കൊക്കെ. അതാണ് ചേച്ചിയുടെ ആ മുഖത്തെ ചിരിയെന്ന് എനിക്ക് മനസ്സിലായത്. ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്ത് ചെയ്യാൻ, കേസെടുത്തു ഞങ്ങളെ പറഞ്ഞു വിടും. ആ ഒരു സാധനം അത്രയ്ക്ക് ബോധ്യമാ ചേച്ചിക്ക് ഉള്ളത് കൊണ്ടാണ് നല്ല സുന്ദരിയായിട്ട് അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും എന്താ ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഇത്രയും സുന്ദരമായിട്ട് തൊലിച്ചോണ്ടിരിക്കാൻ ചേച്ചിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും പറ്റുമോ? എനിക്കറിയാൻ പാടില്ല. നമ്മളൊക്കെ ആണെങ്കിലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പെട്ടു നമ്മള് ഇല്ലേ, അതിന്റെ പുറകെ നടന്ന് നമ്മളെ അന്നൊന്നും പോലീസുകാർ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം വിട്ടോ, ഇന്നലെ തന്നെ ഇവരെ വിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പോലും അവര് സന്തോഷവതിയാണ്. ഇപ്പൊ കുറെ പേര് പറയുമായിരിക്കും വണ്ടി ഇടിച്ചതിന്റെ ശേഷം അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഞാനോ നിങ്ങളോ ആണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് അത്രയും എത്രയൊക്കെ സന്തോഷമായിട്ട് നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ വിട്ടുകളയും. കൂടിപ്പോയി ഇടിച്ച് അന്ന് തന്നെ നമുക്ക് തിരിച്ച് സന്തോഷത്തിലേക്ക് വരാൻ പറ്റുമോ? നമ്മൾ അടിച്ച് ഫിറ്റായി നമ്മൾ കൊണ്ട് കാർ എവിടെയെങ്കിലും ഒക്കെ ഇടിച്ച് കയറ്റി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവാണ് പോലീസുകാർ. അവിടെ വൈദ്യ പരിശോധനയൊക്കെ നടത്തുന്നു. ആ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ആരാണെങ്കിലും കൂട്ടുകാരെ വിളിച്ച് ചിരിച്ച് കളിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. മറ്റേ കയ്യും കാലും വിറയ്ക്കും. അയ്യോ ദൈവമേ, പണിയായല്ലോ, കൊണ്ടിടിച്ചല്ലോ, വണ്ടി നശിച്ചല്ലോ എന്നുള്ള പല ചിന്തകളായിരിക്കും. ഇതൊന്നും കൂടാതെ കേസായല്ലോ ഇല്ലേ? സാധാരണക്കാരനാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ വിളിക്കും, ഫോൺ വിളിച്ച് നമ്മൾ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനോടോ ഒക്കെ പറയും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, വന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ചിരിയൊന്നും നമ്മുടെ മുഖത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഓക്കെ, നമുക്ക് ചിരിക്കാം. ഇത് എന്താണെങ്കിലും അവരടിക്ക് വിറ്റാണെന്ന് തെളിഞ്ഞു. എന്നിട്ട് അവരുടെ ഒരു കോൺഫിഡൻസ് എന്താണ്? പിന്നുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം അവരെ ഒന്നും ചെയ്യില്ല. ആ ഒരു കോൺഫിഡൻസിലായിരിക്കാം. അതേ ഞാനിവിടെ പറഞ്ഞുള്ളൂ, അതേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അവർക്കൊക്കെ വേറെ നിയമം, നമുക്കൊക്കെ വേറെ നിയമം. അതാണോ സത്യം പറഞ്ഞ ഇവിടുത്തെ ഒരു അവസ്ഥ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമന്റ് ബോക്സിൽ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക.